നാം ഓരോരുത്തരിലുമുണ്ട് പാപബന്ധനങ്ങളും പാപത്തിന്റെ കെട്ടുകളും. നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഓരോ നിമിഷവും ഈ പാപവാസന നമ്മളിൽ തികട്ടി വരുന്നത് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും. ഒരു ബസ്സിൽ കയറാൻ നിൽക്കുമ്പം 8-10 പേരുണ്ടോ, എല്ലാരെയും ഇടിച്ചു തെറിപ്പിച്ചിട്ട് നമ്മൾ അകത്തേക്ക് ഇടിച്ചു കയറും. ഒരു ബസ്സിന് ഞാൻ കൈ കാണിച്ച് വണ്ടി നിർത്തുമ്പോൾ 5-6 സീറ്റ് കിടപ്പുണ്ടെങ്കിൽ എവിടെ ഇരിക്കണമെന്ന് ഓർത്ത് ഞാൻ വെരികനെ പോലെ ഓടിക്കൊണ്ടിരിക്കും. വണ്ടി യാത്രയിലും മറ്റും മനുഷ്യന്റെ സ്വാർത്ഥത കാണും. ഓരോ സമയത്തും ഉണ്ട്. സിനിമ കാണാൻ പോകുമ്പോൾ അറിയാം സ്വാർത്ഥത. ഫഷോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇന്റർവെല്ലാകാൻ 5 മിനിറ്റ് ഉള്ളപ്പം കറണ്ട് അങ്ങ് പോയി. എത്ര പേരിരുന്ന് പറയും ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒറ്റ കൂവിച്ച കരണ്ട് പോയോ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കുറുക്കൻ തലപൊക്കാൻ തുടങ്ങും. ഒരു കുറുക്കൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവസരം കിട്ടുമ്പം അത് തലനീട്ടി കൂവാനായിട്ട് തുടങ്ങും. 100-ന്റെ 2 നോട്ടുമായിട്ട് ഞാൻ പൊൻകുന്നം ചന്തയ്ക്ക് പോയി. ഒന്ന് കീറിപ്പറഞ്ഞ് അക്കം തോരണം പോലെ ഞാന്ന് കിടക്കുന്ന പഴഞ്ചൻ നോട്ട്, മറ്റേത് റിസർവ് ബാങ്കിന്റെ മഷിമായാത്ത പുത്തൻ നോട്ട്. എനിക്ക് പച്ചക്കറിയും മേടിക്കണം, പച്ചമത്തിയും മേടിക്കണം. ആദ്യമേ ഞാൻ പോയി 80 രൂപയുടെ പച്ചക്കറി മേടിച്ചു. ഏത് നോട്ട് ഞാൻ ആദ്യം കൊടുക്കും? കീറിപ്പറഞ്ഞ് നമ്പർ തോരണം പോലെ ഞാന്ന് കിടക്കുന്ന പഴഞ്ചൻ നോട്ട്. മറ്റേത് 5 മിനിറ്റ് കഴിഞ്ഞ് മീൻകാരൻ കൊണ്ടുപോകും. എന്നാലും അത്രയും നേരം കൂടെ മുറുകെ പിടിക്കാമല്ലോ. ഈ പ്രവണത നാം ഓരോരുത്തരിലും ഉണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ഈ പ്രവണത. ഞാൻ അടുത്തിടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിലിരിക്കുമ്പോൾ 75 വയസ്സ് പ്രായം വരുന്നൊരു ചേട്ടത്തി ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുക. ഈ തള്ള കുട കക്ഷത്തി വെച്ച് അടുക്ക് കുലുക്കി കവണി പിടിച്ചിട്ട് തള്ളിത്തള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പം 8-10 ചെറുപ്പക്കാരകത്തേക്ക് തള്ളിത്തള്ളി കയറുക. ഈ അമ്മച്ചി മടുത്തു. 2 മിനിറ്റ് ആയിട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. ഉടനെ അമ്മ ഒരു കമന്റ് പറയുന്നത് കേട്ടു. പൊന്നു മക്കളെ, ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് ഈ വണ്ടിയിലല്ലാതെ വേറെ ഏത് വണ്ടിയെ വേണമെങ്കിലും കയറാൻ പറ്റും. പക്ഷെ എന്റെ അവസ്ഥ എന്ന് ഓർത്തേ, എനിക്ക് ഈ വണ്ടിയെന്നല്ലാതെ ഏതെങ്കിലും വണ്ടിയെന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റുമോ? അപ്പൊ വണ്ടിയാത്രയെ കാണാം മനുഷ്യന്റെ സ്വാർത്ഥത. ഓരോ നിമിഷത്തിലും ഈ മനുഷ്യന്റെ സ്വാർത്ഥത, പാപബന്ധനങ്ങൾ നമ്മൾ കാണും. നമുക്കറിയാം, ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം എന്താന്ന് ചോദിച്ചാൽ, ചൊറിയാൻ തോന്നുമ്പം ചൊറിയേണ്ട സ്ഥലത്ത് ഉടനടി ചൊറിഞ്ഞാൽ സ്വർഗം. ചൊറിയാൻ തോന്നിയിട്ട് കൈ പൊക്കാൻ പറ്റിയാല് അതാണ് സാക്ഷാൽ നരകം. പെടലിയുടെ പുറകിൽ വല്ലാത്തൊരു കടി, പക്ഷെ 2 കൈയും പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭിത്തിയായ ഭിത്തി, മതിലായ മതില്, മരമായ മരം, തിരുമോട് തിരുമ, ഒരുമോട് ഒരുമ, ഇതാണ് നരകം. പക്ഷെ ഒന്ന് മാന്തി പറിച്ചാലോ, സ്വർഗത്തിന്റെ മുന്നാസ്വാദനം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പുഴുക്കടിയിൽ ചൊറിഞ്ഞാൽ ചൊറിയുമ്പം സുഖമുണ്ട്, പക്ഷെ പുഴുക്കടി ഒരിക്കലും കരിയേല. ഇതുപോലെ നൈമിഷിക സുഖങ്ങൾ നമ്മൾ തൃപ്തിപ്പെടുത്തി പോയാൽ തൃപ്തിപ്പെടുത്തുമ്പം സുഖമുണ്ട്, പക്ഷെ ആന്തരിക മുറിവ് ഒരിക്കലും കരിയേല. എപ്പോഴും ആന്തരിക മുറിവുണ്ടായിരിക്കും. സ്വയംഭോഗം, സ്വർഗഭോഗം, മദ്യപാനം, മയക്കുമരുന്ന്, മധുരോത്സവം, ഇതിലൊക്കെ വ്യാപൃതനാകുന്ന മനുഷ്യന് ഒരു താൽക്കാലിക സുഖമുണ്ട്, പക്ഷെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാണല്ലോ വളരെ വലിയ വലിയ ആൾക്കാര് ജീവിതം തകർക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടിയല്ലേ. ഒരു പന്നിയെലി അതിന്റെ വിലപ്പെട്ട ജീവൻ സമർപ്പിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടല്ല, പിന്നെയോ ഒരു ഉണക്കമീന്റെ തലയ്ക്കും ഒരു തേങ്ങാപ്പൂളിനും വേണ്ടിയാ. ഒരു നിമിഷത്തിന്റെ സുഖം തേടുക, ഒരു നൈമിഷികമായ സുഖം. ആ സുഖം തേടി മനുഷ്യൻ വീണു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് കാതുകൊടുക്കുക. ഇതായിരുന്നു പർദീസായിലെ പാപം. അപ്പൊ തിന്മ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അന്ന് വരെ മനുഷ്യന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. അന്നു മുതൽ മനുഷ്യൻ ഒളിക്കുന്നവനും മറയ്ക്കുന്നവനുമായിട്ട് മാറി. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. ഒളിക്കാനുമില്ല മറയ്ക്കാനും ഇല്ലാത്ത അവസ്ഥ. പഴയ നിയമത്തിൽ നഗ്നതയെന്ന് പറഞ്ഞാൽ പരിപൂർണ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് വാഗ്ദാന പേടകമെടുത്തുകൊണ്ട് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ തുണിയുരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. പരിപൂർണ സ്വാതന്ത്ര്യം. കള്ളുകുടിയനായ മത്തായിച്ചേട്ടൻ പള്ളിയുടെ വാതിലൂടെ പോയപ്പോൾ വികാരീച്ചൻ പറഞ്ഞു, എപ്പോ നോക്കിയാലും മത്തായി, നിന്റെ മുണ്ട് അരയിലല്ല തോളയിലാണ് കാണുക. അതുകൊണ്ട് മത്തായിയോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നീ നിന്റെ മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കലറെ വെച്ച് കൂട്ടണം, നീ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറണം. മത്തായി സമ്മതിച്ചു. അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞു, മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കലറെ വെച്ച് കൂട്ടണം. മത്തായി വീണ്ടും മൂളി. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛൻ നോക്കുമ്പോൾ മത്തായി തുണി കോലെ പോക്കി പട്ടം പറപ്പിക്കുന്ന പോലെ റോഡിലൂടെ നടന്നു പോകുന്നു.
അച്ഛൻ പറഞ്ഞു, മത്തായി, ഞാൻ പറഞ്ഞില്ലേ മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടണമെന്ന്. എന്നിട്ട് നീ എന്തേ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്? അവൻ പൊന്നച്ച, അച്ഛൻ പറഞ്ഞതുപോലെ മദ്യപാനത്തെ ക്രൂശിച്ചു, മോഹങ്ങളെ പെട്ടിയിലാക്കി, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടി. പക്ഷെ എന്റെ അച്ഛ, അതെല്ലാം അവനോടൊപ്പം 3-ാം ദിവസം ഉയർത്തു വന്നു നിത്യകാലം ജീവിക്കാനായിട്ട്. ഇപ്പം മനുഷ്യൻ പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യനാണ്. പാപത്തിന്റെ അധമ വാസനകൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ 4 വ്യാഖ്യാനങ്ങൾ വചനം നമുക്കായി തരുന്നു. 1, പാപമെന്ന് പറയുന്നത് ഒരാൾ സ്വന്തം സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ഒതുങ്ങുന്നതാണ്. തിന്മ ചെയ്യുന്നതിന് മുമ്പ് ആദ്യ മാതാപിതാക്കൾ ചിത്രശലഭങ്ങളെ പോലെ, പൂമ്പാറ്റകളെ പോലെ, വാനമ്പാടിയെ പോലെ പറന്നുല്ലസിച്ച് നടന്നു. തിന്മ ചെയ്ത മനുഷ്യൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി. ദൈവമായ കർത്താവ് ഇന്ന് ചോദിക്കുന്നു, മകനെ, മകളെ, നിന്റെ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് നീ ഒതുങ്ങിയ ആളാണ്. ഞാന്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ വീട്, എന്റെ പറമ്പ്, എന്റെ റബ്ബർ, എന്റെ കോഴി, എന്റെ ആട്, എന്റെ പശു, അങ്ങനെ ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയ മനുഷ്യനാണോ ഞാൻ? അതല്ലേ ബൈബിളിലെ ഒരു പാപമെന്ന് പറയുക. പോഷനായ ധനികൻ അവൻ പറഞ്ഞതെന്താ? ഞാൻ എന്റെ അറപ്പര പൊളിക്കും, എന്റെ അറപ്പര ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കും, എന്നിട്ട് ഞാൻ പറയും എന്റെ ആത്മാവെ തിന്നു കുടിച്ച് ആഹ്ലാദിക്കുക. അവിടെയാണ് യേശു ചോദിക്കുക, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ ആത്മാവ് എവിടെ, നിന്റെ നിത്യത എവിടെ? ഇപ്പൊ നമ്മുടെയൊക്കെ തിന്മയാണ് സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങുക. ബ്രഹ്മാണ്ടൻ കെട്ടിടം പണിത് വെച്ചിരിക്കുന്നു. കെട്ടിടത്തിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ ബോർഡ്, കടിക്കുന്ന പട്ടിയുണ്ട്, ആരും വന്നേക്കരുത്. പിരിവുകാർ വന്നാൽ പട്ടി അഴിച്ചുവിടും. അച്ഛന്മാരെ കണ്ടാൽ അകത്ത് അടച്ചുകൂടിയിരിക്കും, ഞാനുണ്ടെന്ന് ആരും അറിയണ്ട. ചില മനുഷ്യരിങ്ങനെയുണ്ട്, സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോയി. ആദ്യ മാതാപിതാക്കൾ കാട്ടുപന്ത് ചെടികൾക്കിടയിൽ ഒളിച്ചതുപോലെ. ഇപ്പൊ ഞാൻ ഒതുങ്ങിപ്പോയ മനുഷ്യനാണോ? എന്റെ സ്വാർത്ഥതയുടെ കവചത്തിലേക്ക് ആമയെ പോലെ തല ഉള്ളിലേക്ക് വലിച്ച വ്യക്തിയാണോ? എങ്കിൽ ഞാൻ പാപത്തിലാണ്. പാപം ആകാശം ചുരുങ്ങുന്നതാണ്. 2, പാപം ഒരു വലിയ മറവിയാണ്. എങ്ങനെയുള്ള മറവി? ദൈവം പരിപാലിച്ച വഴികളെ വെറുതെ അങ്ങ് മറക്കുക. ദൈവത്തിന്റെ ഇടപെടലുകളെ ഒരു നിമിഷം കൊണ്ടങ്ങ് മറക്കുക. ചില ആൾക്കാർക്ക് പെട്ടെന്നല്ലേ മറവി. ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്റെ മറവിക്ക് എന്താ അടയാളങ്ങൾ? അവൻ പറഞ്ഞു, ഡോക്ടറെ, എന്റെ മറവിക്ക് 12 ലക്ഷണങ്ങളുണ്ട്. എന്തെല്ലാമോ? 1 മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഒരു നിമിഷം കൊണ്ടാണ് മനുഷ്യന് മറവി വരിക. വന്ന വഴികളെ മറക്കുന്നത് പാപമാണ്. വന്ന വഴികളെ മറക്കരുത്. ദൈവം നമ്മളെ എത്രമാത്രം ഉയർത്തിയല്ലേ. പണ്ടത്തെ ചാണകം മെഴുകിയ തറയിൽ നിന്നും നല്ല വാർത്ത ഒരു പുതിയ വീട്ടിലേക്ക് ദൈവം കാലങ്ങളിലൂടെ വളർത്തി. ആവശ്യത്തിനുള്ള ആഹാരം കിട്ടാതിരുന്ന കാലത്തു നിന്നും ഭക്ഷണത്തിന് സമൃദ്ധിയിലേക്ക് ദൈവം എത്തി. 50 പൈസ കയ്യിലെടുക്കാനില്ലാഞ്ഞ കാലത്തു നിന്നും എത്രയോ നോട്ടുകളുടെ കാലത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തി. നിസ്സാരപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും സമൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ പലരെ ഉയർത്തി. പക്ഷെ അപ്പോൾ നമ്മൾ ഒരിക്കലും പഴയകാലം മറക്കരുത്. ഞാനിങ്ങനെ കണ്ണാടി നോക്കി മുടി ഈരുകയാണ്, കുലുങ്ങി പാട്ട് പാടിക്കൊണ്ട് മസ്ത് മസ്തിക എന്നൊക്കെ പാടി ഇങ്ങനെ ഞാൻ മുടി ഈരുമ്പോൾ ദൈവം ഒരു ചോദ്യം, പുത്തമ്പരിക്കൽ കുഞ്ഞേപ്പിയേട്ടന്റെ മോനായ ജോസഫേ, നീ എന്നാത്തിനാ ചിരിക്കുന്നത്? കാരണം പറയുന്നത് എന്താ? നീ ഏത് ധ്യാനഗുരുവായാലും നിന്റെ അപ്പന്റെ ദേഹത്തുള്ള ഒട്ടുപാലിന്റെ മണം നീ മറക്കരുത്. വന്ന വഴികളെ മറക്കരുത്. എത്ര നിയോഗങ്ങളെ മറക്കരുത്. ഞാന്, എന്റെ വീട്ടുപേര്, എന്റെ ഷേപ്പ്, എന്റെ ഈ മുടി, ഇതൊക്കെ ദൈവം തന്നതാ. ഇതിനോട് പൊരുത്തപ്പെട്ടില്ലേ പറ്റുള്ളൂ. അമേരിക്കനും വരും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവര് പറയും, അച്ഛാ, $1500 ശരിക്കും അങ്ങ് മുടക്കി കഴിയാമെങ്കിൽ അച്ഛന്റെ മുടി കാലാകാലം കോല് പോലെ നീട്ടി നിർത്താം. ഞാൻ പറയും, അത്രയും പൈസയുള്ള ഈ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മുടിയും വെട്ടിച്ച് ചായയും കുടിച്ച് ബോണ്ടായും തിന്നാൻ ആ കാശ് ധാരാളം മതിയല്ലോ. എയർപോർട്ടിൽ നിന്ന് കറമ്പി പെണ്ണുങ്ങൾ ബാഗും തള്ളിക്കൊണ്ട് പുറകെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ എന്നെ നോക്കും. കറുത്ത പെണ്ണുങ്ങൾക്ക് എന്നെ ഈ നീഗ്രോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നിറം മാറ്റമുണ്ടെങ്കിലും മുടി അവളുടേതുപോലെയാണ്. അവളിങ്ങനെ നോക്കിയിട്ട് ചിലപ്പം ചോദിക്കും, ആർ യു ഫ്രം എത്യോപ്യ? ആർ യു ഫ്രം എത്യോപ്യ? ഇങ്ങനെ എത്യോപ്യയിൽ നിന്നാണ്. ഞാൻ പറയും, നോ, ഐ ആം ഫ്രം ദ ലാൻഡ് ഓഫ് ടപ്പിയോക്ക. ഇതാണ് നമ്മുടെ നാട്. ഇപ്പൊ ജനിച്ച നാടിനെ മറക്കാൻ പറ്റുമോ? കിട്ടിയ രൂപത്തെ മറക്കാൻ പറ്റുമോ? കിട്ടിയ ഷേപ്പിനെ മറക്കാൻ പറ്റുമോ? പാപം ഒരു മറവിയാണ്. 3, പാപം ഒരു ജീർണതയാണ്. പർദീസായുടെ പടിവാതിൽ നിന്നും ആദ്യ മനുഷ്യൻ ജീർണിച്ച് ഇറങ്ങിപ്പോയി.
ധൂർത്തപുത്രൻ പിതാവിന്റെ ഊട്ടുമേശയിൽ നിന്നും പന്നിക്കുഴിയിലേക്ക് താന്നുപോയി. പാപം ഒരു ജീർണതയാണ്, ഒരു ഇറക്കത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. പാപത്തിന്റെ ഈ ഇറക്കം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്താണ് ഈ പടിയിറക്കം എന്ന് പറയുക? ദൈവം നൽകിയ ജീവിതാന്തസ്സിന് ചേരാത്ത സംസാരമോ പെരുമാറ്റമോ പ്രവൃത്തിയോ ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് പടിയിറക്കം. ഒരച്ഛനെന്ന രീതിയിൽ എന്റെ ഒരു വൈദികന്റെ അന്തസ്സിന് ചേരാത്ത, ബലയ്ക്ക് ചേരാത്ത സംസാരങ്ങൾ, പ്രവൃത്തികൾ ഉണ്ടായാൽ എന്റെ പടിയിറക്കം. ഒരപ്പന്റെ, ഒരമ്മയുടെ, ഒരു ഭർത്താവിന്റെ, ഒരു ഭാര്യയുടെ നിലവിട്ടുള്ള സംസാരമോ പ്രവൃത്തിയോ ബന്ധങ്ങളോ വന്നാൽ അത് ജീർണിക്കലാണ്, ജീർണതയാണ്. 4, പാപമെന്ന് പറയുന്നത് 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലാണ്. പർദീസയിൽ മനുഷ്യന്റെ 4 ബന്ധങ്ങളിൽ വിള്ളൽ വീണു. ഏതെല്ലാം ബന്ധങ്ങളിലാണ് വിള്ളൽ വീണത്? ഇതേ വിള്ളലാണ് ഇന്ന് നിങ്ങൾക്കും എനിക്കും ഇവിടെ ഇന്ന് സംഭവിക്കുക. 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളൽ. 1, ദൈവ മനുഷ്യ ബന്ധം. 2, മനുഷ്യ മനുഷ്യ ബന്ധം. 3, മനുഷ്യ മനസാക്ഷി ബന്ധം. 4, മനുഷ്യ പ്രപഞ്ച ബന്ധം. പർദീസയിൽ 4 ബന്ധങ്ങളിൽ വിള്ളൽ വീണു. ഇന്ന് ഈ ധ്യാന ദിവസം നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ടോ? ദൈവ മനുഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണോ?